ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണോ, അല്ലെങ്കിൽ ഫയൽ ചെയ്തു കഴിഞ്ഞു? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരുമോ എന്നൊരു പേടി എല്ലാവർക്കുമുണ്ട് അല്ലെ? ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ തെറ്റുകൾ പോലും അവർ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. അതുകൊണ്ട് ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി വരുത്തുന്ന എന്നാൽ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന 7 പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തെറ്റായ ITR ഫോം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ശമ്പളം കൂടാതെ ക്യാപിറ്റൽ ഗെയിൻസോ വാടക വരുമാനമോ ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ ITR 1 ഫോം ഉപയോഗിക്കാൻ പാടില്ല. ഓരോ തരം വരുമാനത്തിനും അതിൻ്റെതായ ഫോമുണ്ട്. തെറ്റായ ഫോം തിരഞ്ഞെടുത്താൽ തുടക്കത്തിൽ തന്നെ നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. എല്ലാ വരുമാനവും കാണിക്കാതിരിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിലെ പലിശ, FDയിലെ പലിശ, ക്രിപ്റ്റോയിൽ നിന്നുള്ള ലാഭം, ഇങ്ങനെ ചെറിയ വരുമാനങ്ങൾ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ AIS ഫോം 26AS എന്നിവയുമായി പൊരുത്തക്കേട് വരും. നോട്ടീസ് ഉറപ്പാണ്. TDSലെ പൊരുത്തക്കേടുകൾ. നിങ്ങളുടെ ഫോം 26ASൽ കാണുന്ന TDS തുകയും നിങ്ങൾ റിട്ടേണിൽ ക്ലെയിം ചെയ്യുന്ന തുകയും ഒന്നായിരിക്കണം. വ്യത്യാസമുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടുപിടിക്കും. തെറ്റായ കിഴിവുകൾ ക്ലെയിം ചെയ്യുന്നത്. ATC, ATD, HRA പോലുള്ളവയ്ക്ക് കൃത്യമായ രേഖകളില്ലാതെ കൂടുതൽ തുക ക്ലെയിം ചെയ്താൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടപ്പുള്ളിയാകാൻ വേറെ ഒന്നും വേണ്ട.